ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റാബീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് വിന്താലു തയ്യാറാക്കിയാലോ? ഇതിനു വേണ്ടി കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായി ഒരു പാൻ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് 2 ചെറിയ കഷ്ണം പട്ട, 3 ഗ്രാമ്പു, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1.5 ടേബിൾ സ്പൂൺ കുരുമുളകും ഇട്ട് ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇത് വറുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 1/2 ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കാം. തണുത്തതിന് ശേഷം ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നമുക്ക് ഒന്നുകൂടി അരച്ചെടുത്തിട്ട് വരാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാൻ ഞാൻ മറന്നിരുന്നു. ഇനി അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 10-15 അല്ലി വെളുത്തുള്ളിയും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. കുക്കർ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴേക്കും നമുക്കതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് മീഡിയം സൈസിലുള്ള 3 സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം സവാള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഈ ഒരു രീതിയിലാകുമ്പോഴേക്കും നമുക്ക് അരച്ച് വെച്ച ആ മസാല കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. മസാലയുടെ ആ പച്ച മണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മസാലയുടെ പച്ചമണമൊക്കെ നല്ലതുപോലെ മാറിക്കിട്ടുമ്പോഴേക്കും നമുക്ക് ജാറിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ വെളുത്തുള്ളി എത്രത്തോളം കൂടുതൽ ചേർക്കുന്നോ അത്രത്തോളം ഈ കറിക്കും ടേസ്റ്റും കൂടും. 2 ടേബിൾ സ്പൂൺ വിനെഗർ കൂടി ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ച 1/2 കിലോ ബീഫ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ വിന്താലുവിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കടുകും വിനെഗറുമാണ്. അതുകൊണ്ട് അത് മറക്കാതെ ചേർത്തേക്കണേ. ഇപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അല്പം ഗ്രേവി കൂടുതലായതുകൊണ്ട് തന്നെ ഞാൻ മറ്റൊരു പാനിലേക്ക് മാറ്റി ആ ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഗ്രേവി എല്ലാം നല്ലതുപോലെ കുറുകി നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. ഇതല്പം സ്പൈസി ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. അപ്പത്തിൻ്റെയും ഫ്രൈഡ് റൈസിൻ്റെയും എന്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ആ ബെല്ലൈക്കൺ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.